ഒരു പ്രോഡക്റ്റ് ഇറക്കുമ്പോൾ ആളുകളിൽ നിന്ന് പേര് ക്ഷണിക്കുക നല്ലൊരു മാർക്കറ്റിംഗ് രീതിയാണ്. പക്ഷേ ഇവിടെ എന്തിൻ്റെയാണ്? മദ്യത്തിൻ്റെ ഇതാണ്. അപ്പോൾ അതിലൂടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ നോർമലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ മദ്യത്തിൻ്റെ ഉപഭോഗം നമുക്കറിയാം. നമ്മുടെ നാട്ടിലുള്ള ഡൊമസ്റ്റിക് വയലൻസ് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, അതേമാതിരി സ്ത്രീകൾക്കെതിരായിട്ട് അതിക്രമങ്ങൾ, ലൈംഗിക അതിക്രമങ്ങൾ, ഇത്തരം കേസുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ കാരണമായി നിൽക്കുന്നതിൽ മഹാഭൂരിപക്ഷം എന്താണ്? മദ്യമാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരായിട്ടുള്ള ഈ ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് മദ്യവർജനമാണ് സർക്കാരിൻ്റെ നയം. സർക്കാർ എപ്പോഴും പറയുന്നത് എന്താണ്? മദ്യനിരോധനമല്ല, മദ്യവർജനമാണ് സർക്കാർ നയം. അത് ഒരർത്ഥത്തിൽ ശരിയായ പോളിസിയാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം വെച്ചാൽ മദ്യം സമ്പൂർണ്ണമായി, പൊടുന്നനെ സമ്പൂർണ്ണമായി നിരോധിക്കുക എന്ന് പറയുന്നത് അത് പ്രായോഗികമല്ല. അങ്ങനത്തെ ഒരു സർക്കാർ അങ്ങനെ നിരോധിച്ചു തന്നെ ഇരിക്കുക. എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ, ശരിയല്ലാത്ത വഴികളിലൂടെ പല സ്വഭാവത്തിൽ അപകടകരമായിട്ടുള്ള മദ്യ ഉൽപ്പന്നങ്ങൾ അത് ഉണ്ടാക്കപ്പെടുകയും അത് സർക്കുലേറ്റ് ചെയ്യപ്പെടുക എന്നുള്ളത് അത് കൂടുതൽ ദുരന്തങ്ങളാണ് ഉണ്ടാക്കുക. എന്നുവെച്ചാൽ പൊടുന്നനെ നാളെ മുതൽ മദ്യം ലഭിക്കില്ല, മദ്യം നിരോധിക്കുകയാണ് എന്നൊരു സമീപനം ഒരു പ്രായോഗികമായി ചിന്തിക്കുന്ന ഒരു ഭരണകൂടത്തിന് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് മദ്യത്തിൻ്റെ ലഭ്യത കുറക്കുക, മദ്യത്തോടുള്ള വിപ്രതിപത്തി സമൂഹത്തിൽ കൂടുതൽ വ്യാപകമാക്കുക, ആ സ്വഭാവത്തിലുള്ള ബോധവൽക്കരണം നടത്തുക, ഇതൊക്കെയാണ് മദ്യവർജനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇതിൽ ഒന്നാമത്തെ പോയിന്റ് മദ്യത്തിൻ്റെ ലഭ്യത കുറക്കുക. അതാണ് മദ്യവർജനത്തിൽ ആദ്യമായിട്ടുണ്ടാവേണ്ട സംഗതി. പക്ഷെ അതാണോ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ മാളുകളിൽ വരെ മദ്യം ലഭ്യമാണ്. അതെ, മാളുകളിൽ മദ്യത്തിൻ്റെ ഔട്ട്ലെറ്റ് വന്നു തുടങ്ങി എന്ന് പറഞ്ഞാൽ ഈസി ആക്സസ് ആണ്. ആർക്കും എവിടെ നിന്നും എളുപ്പത്തിൽ. ഇവർ മദ്യം വാങ്ങിക്കുന്ന ആളുകളെ അപമാനിച്ചു വിടണം എന്നൊന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഈസി ആക്സസ് എന്നുള്ളത്, ഇപ്പോൾ ഓൺലൈനിൽ ഇത് ലഭ്യമാക്കുന്നതിനെ കുറിച്ച് സർക്കാർ ആലോചന വരികയും അത് വലിയ പ്രതിഷേധങ്ങൾ ഇടുകയും ചെയ്യുന്നുണ്ട്. IT പാർക്ക്. അപ്പോൾ ഇത് ഒരു വശത്ത് മദ്യത്തിൻ്റെ ലഭ്യത അത് വർദ്ധിപ്പിക്കുന്നു. പിന്നെ ഈ നിലക്ക് ഇതൊരു അടിപൊളി പരിപാടിയാണ്, നല്ല കാര്യമാണ് എന്നൊരു സന്ദേശം കൊടുക്കുന്ന വിധത്തിൽ നോർമലൈസ് ചെയ്യുന്ന സംഗതികൾ നടക്കുക. അതാണ് ഈ പേര് പറയൂ സമ്മാനം തരാമെന്ന് പറയുന്നത്. അതൊരു സാധാരണ പ്രോഡക്റ്റാണ്. മറ്റേതൊരു പ്രോഡക്റ്റ് പോലെയുള്ളൊരു പ്രോഡക്റ്റ് മാത്രമാണ് ഇത് എന്നൊരു സന്ദേശം ഇംപ്ലിസിറ്റായിട്ടെങ്കിലും സമൂഹത്തിലേക്ക് കൊടുക്കുകയാണ്, പുതിയ തലമുറയിലേക്ക് കൊടുക്കുകയാണ്. മദ്യത്തിൻ്റെ നിർമ്മാണവും വിതരണവും മദ്യസേവയൊക്കെ വളരെ നോർമലായ ഒരു സംഗതി മാത്രമാണ് എന്നൊരു സന്ദേശം കൊടുക്കുകയാണ്. അത് സർക്കാർ തന്നെ മുന്നോട്ട് വെച്ചിട്ടുള്ള മദ്യവർജനം എന്ന് പറയുന്ന പോളിസിക്ക് എതിരാണ്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അതിനെതിരായിട്ട് പ്രതിഷേധം വരും. ഇത്തരം കാര്യങ്ങൾ എപ്പോഴും ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുന്നത് KCBC ആണ്, ക്രിസ്ത്യൻ സഭകളാണ്. അവർ പ്രതിഷേധമായിട്ട് വന്നത് വളരെ സ്വാഭാവികം മാത്രമായിട്ടാണ് ഞാൻ കരുതുന്നത്.